എടാ മോനെ ആവേശം ആവേശം മുഴുവൻ രോമാഞ്ചമാണ് എന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞു. റീബ്രാൻഡിങ് ഫാഫ, ശരിക്കും ഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് പറയുന്നത് ട്രെയിലറിലും ടീസറിലും കാണിക്കുന്ന പോലെ പക്കയാണ്. നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഫാഫയെ കണ്ടിട്ടില്ല. ഫഹദ് ഫാസിൽ വേറെ ലെവൽ പൊളി. ഡയറക്ടർ ജിത്തു മാധവൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ രോമാഞ്ചം എന്ത് ഹിറ്റായിട്ടുണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൗത്ത് ഇന്ത്യയിൽ ഗംഭീര ട്രെൻഡിങ് ആയിട്ട് പോയ പടമാണ്. ഇപ്പോൾ അതിൻ്റെ ഹിന്ദി റീമേക്ക് വരെ വരുന്നുണ്ട്. ഇത് രോമാഞ്ചത്തിൻ്റെ യൂണിവേഴ്സിൽ തന്നെ ഉള്ള ഒരു ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ് പടമാണ്. അതിനകത്ത് ചെമ്പൻ വിനോദ് ചെയ്തിരുന്ന ആ ഒരു ഡോൺ കൈൻഡ് ഓഫ് ക്യാരക്ടർ, ഗാങ്സ്റ്റർ ക്യാരക്ടർ, അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് മൂവി ആയിട്ടാണ് അത് അനൗൺസ്മെൻറ്റ് സമയത്തെ എനിക്ക് തോന്നുന്നു ചെമ്പൻ തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അതിനുശേഷം സുഷിനാണ് മഞ്ഞുമൽ ബോയ്സിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ മ്യൂസിക്കും ആവേശത്തിൻ്റെ മ്യൂസിക്കും പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു മഞ്ഞുമൽ ബോയ്സും ആവേശവും ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ഇതിലാണ് പിടിച്ചിരിക്കുന്നത്. മറ്റതിനകത്ത് വേറൊരു വെറൈറ്റി പരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടുതലൊരു അനിരുദ്ധ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൗത്ത് കൈൻഡ് ഓഫ് മൂവി ആയിരിക്കും. കൂടുതൽ ആളുകൾക്ക് അത് കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനകത്ത് മ്യൂസിക് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം ശരിയാണ്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പാട്ടുകളായിക്കോട്ടെ എല്ലാം വേറെ ലെവലാണ്. ആ ഒരു എൻ്റെ ഫേവറേറ്റ് ഈ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റിലിപ്പം ഉണ്ട്. 3 പാട്ടുകളാണ് അല്ലാതെ നമുക്ക് റിലീസായിരുന്നത്. ജാഡ, ഗലഗല ഗലാട്ട, അതുപോലെ ഇലുമിനാറ്റി ഫേവറേറ്റ്. അപ്പം ഇതിൽ അത് കൂടാതെയും 2-3 പാട്ടുകൾ പടത്തിനകത്തുണ്ട്. മിക്കവാറും ഫുള്ള് ഓഡിയോ ജൂക്ക് ബോക്സ് വരുമ്പോഴത്തേക്ക് എല്ലാ പാട്ടുകളും തന്നെ ട്രെൻഡിങ്ങിൽ പോകും. അതുപോലെ തന്നെ BGM വേറെ ലെവലാണ്. അണ്ണൻ കൊല മാസാണ് അവസ്ഥയാണ്. ഡയറക്ടർ ജിതു മാധവൻ, സുഷിൻ ശ്യാമു പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മച്ചാനാണ് നമ്മുടെ സമീർ തായറിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബിഗ് ബി തൊട്ട് നമ്മൾ എല്ലാവരും അറിയാവുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം മിന്നൽ മുരളിക്ക് ശേഷം സമീർ തായർ ചെയ്യുന്ന പടമാണെന്നാണ് എൻ്റെ അറിവിൽ തോന്നുന്നത്. അതിൻ്റെ ലൈറ്റിങ്ങും വിഷ്വൽസും എല്ലാം ഗംഭീരമാണ്. സമീർ തായർ മഞ്ഞുമൽ ബോയ്സിലും ഇതിലും ഒരേ പാറ്റേൺ കുറേ സംഭവങ്ങൾ പിടിച്ചു. വിവേക് ഹർഷൻ എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, സുഷിൻ ഈ കോസ്റ്റ്യൂംസിലുള്ള മഷരംസം എന്ന് പറഞ്ഞ കുറേ ടെക്നിക്കൽ ആൾക്കാർ ഇതിനകത്തും അതേ കണക്ക് തന്നെ വർക്കായിട്ടുണ്ട്. സോ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്, ഒന്നും പറയാനില്ല. പിന്നെയുള്ളത് ജിതു മാധവൻ്റെ ആ ഒരു ബാംഗ്ലൂർ വേൾഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്തും കുറച്ച് സിമിലാരിറ്റീസ് പറയുന്നുണ്ട്. രോമാഞ്ചത്തിനകത്ത് പയ്യന്മാർ ചില്ലിങ് ആണ്, പൊളിയാണ്, ബാംഗ്ലൂർ താമസിക്കുന്നു, ബാംഗ്ലൂർ ലൈഫ് എൻജോയ് ചെയ്യുന്നു. അവന്മാർ ഈ കളിയും തമാശയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രേതത്തിനെ വിളിച്ച് ഓജോ ബോർഡ് വഴി കൊണ്ടുവരുന്നു. അതെങ്ങനെ അവന്മാർക്ക് മാരണമാകുന്നു, അതിൽ നിന്ന് അവന്മാരെങ്ങനെ ഇത് ചെയ്ത് സർവൈവ് ചെയ്ത് പോകുന്നു. ഒരിക്കലും എൻജോയ് ചെയ്തിരുന്ന ഒരു സംഭവം പിന്നീട് അതൊരു മാരണമായി മാറുന്നു. അതെങ്ങനെ അത് പോകുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ഇതിനകത്ത്. ഇവന്മാർ കോളേജ് ട്രെയിലറിലും ടീച്ചറിലൊന്നും അറിയാൻ പറ്റും. അവന്മാർ കോളേജിൽ പ്രശ്നം ഉണ്ടാകുന്നു, അവന്മാർക്ക് ലോക്കൽ സപ്പോർട്ട് വേണം, തിരിച്ചടിക്കണം. അതിൻ്റെ ലോക്കൽ സപ്പോർട്ട് തപ്പുന്നു, അണ്ണനെ കിട്ടുന്നു. പിന്നെ അണ്ണൻ എന്താകും, അണ്ണനിൽ നിന്ന് എന്ത് കിട്ടും, അണ്ണനെ കൊണ്ട് എന്താകും എന്നൊക്കെ ഉള്ളതാണ് പടം. ആവേശത്തിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ് 2005 നമുക്ക് ഒരു രാജമാണിക്യം കൊണ്ട് തന്നൊരു ട്രെൻഡ് സെറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2024 പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു രാജമാണിക്യമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ടെക്നിക്കൽ സൈഡ് പോലെ തന്നെ ബ്രില്യൻറ്റ് പെർഫോമൻസുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. രോമാഞ്ചത്തിനകത്ത് എങ്ങനെയാണോ ഒരു പുതിയ സെറ്റ് ഓഫ് യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കൊണ്ടുവന്നതിനകത്ത് ചെയ്തത്, അതേപോലെ തന്നെ ഇതിനകത്തും മെയിൻ ക്യാരക്ടേഴ്സായിട്ട് പിടിച്ചിരിക്കുന്ന 3 പിള്ളേർ ഗെയിമിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഹിപ്സ്റ്റർ, പിന്നെ പൂജപുരാണം എന്നുള്ളൊരു യൂട്യൂബ് ചാനലിലുള്ള പയ്യനാണ് മിഥുൻ, അതുപോലെയുള്ള കൊല്ലത്തുനിന്നുള്ളൊരു മറ്റൊരു ഇൻഫ്ലുവൻസറാണ് ഈ റോഷൻ ഷാനവാസ്. അപ്പോൾ ഇവർ 3 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വന്നേക്കുന്നത്. അതേപോലെ ഒരു വില്ലൻ സൈഡിൽ വരുമ്പോൾ മിഥുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനും വന്നിട്ടുണ്ട്. കുട്ടി എന്നുള്ള ക്യാരക്ടറിൽ ഒരു ചെറിയൊരു വില്ലൻ കൈൻഡ് നെഗറ്റീവ് ഷെയ്ഡ് പരിപാടിയാണ് അവനും പിടിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഫഹദ് ഫാസിനെക്കാട്ടി മുകളിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സജിൻ ഗോപുവിൻ്റെ അമ്പേട്ട. പുള്ളി നമുക്കറിയാം ചുരുളി, ജാനേമൻ, രോമാഞ്ചം, അതുപോലെ ചാവേർ, അതിനുശേഷം ഇപ്പോൾ ആവേശം. പുള്ളി കിട്ടുന്ന ക്യാരക്ടറെല്ലാം വേറെ ലെവൽ പെർഫോമൻസാണ്, പൊളിയാണ്. ഈ പടത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ പടത്തിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കുന്ന ക്യാരക്ടർ അമ്പേട്ടൻ്റെ ക്യാരക്ടറാണ്. അമ്പാനെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അമ്പാൻ റെഡിയാണ്. അമ്പാൻ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അമ്പാൻ പൊപ്പൊളിയാണ്. പുള്ളി ഇതിനകത്ത് ഫൈറ്റ് ചെയ്തേക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. പണ്ട് നമ്മൾ കലാഭവൻ മണിയുടെ പടങ്ങളിലൊക്കെ കാണുമ്പോഴത്തേക്ക് കലാഭവൻ മണി ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊരു രസമുണ്ട്. പുള്ളി ഇടിക്കുന്ന ഓരോ പഞ്ചും അത് കിട്ടുന്നതൊക്കെ തോന്നും നമുക്ക്. ആ ഒരു സൈസും ആ ഒരു ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഇതിനകത്ത് അതുപോലെ തന്നെയാണ് മച്ചാൻ ഇടിക്കുന്ന ഒരു ഇടിയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ അത് ട്രെൻഡിങ്ങിൽ വരും. അത് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം. എല്ലാവരും നിർബന്ധമായിട്ടും പോയി കണ്ടിരിക്കേണ്ട പടമാണ്. ഹൈലി റെക്കമെൻഡിങ് മൂവിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സാണ്. തിയേറ്ററിൽ ഓരോ 10 മിനിറ്റ് ഓരോ 15 മിനിറ്റിലും മാസ്, സ്വാഗ്, അതുപോലെ തന്നെ ഹ്യൂമർ 2.5 മണിക്കൂർ പോകുന്നറിയില്ല.
നമുക്ക് ഒരു സമയം പോലും ഈ ഒരു ഇൻ്റർവെൽ വരെ എത്തുന്നത് പോലും എങ്ങനെയെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള എൻജോയ്മെൻറ്റാണ്. പെരുന്നാൾ, വിഷു, അതുപോലെ തന്നെ അവധിക്കാലം എല്ലാം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കളക്ഷൻ, ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ ഏകദേശം 11 കോടിയോളം അടുത്ത് ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടുണ്ട്. മലയാള സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 മൊത്തം അടിച്ച് പൊളിക്കുകയാണ്. ആവേശം വലിയൊരു ഹിറ്റായി മാറും, രോമാഞ്ചത്തിനേക്കാൾ വലിയൊരു ഹിറ്റായി മാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നിർബന്ധമായിട്ടും ആവേശം സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. ബൈ.